ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് NGO യൂണിയൻ. സർവകലാശാലകളിൽ സംഘപരിവാർ അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്യുന്ന ചാൻസലറുടെ നീക്കത്തെ അംഗീകരിക്കില്ലെന്നും അവർ പറഞ്ഞു. യൂണിയൻ ഈസ്റ്റ് ഏരിയ പ്രവർത്തക യോഗം ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് പ്രവർത്തക യോഗം ചേർന്നത്. സംഘപരിവാർ അനുകൂലികളെ സർവകലാശാലകളിൽ നാമനിർദ്ദേശം ചെയ്യുന്ന ചാൻസലറുടെ നടപടി ഇതിന്റെ ഭാഗമാണെന്നും അവർ കുറ്റപ്പെടുത്തി. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക സാമ്രാജ്യത്വമാണ് യുദ്ധം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ നിരന്തരമായി പറയുന്ന ഒരു വാക്കാണ് സാമ്രാജ്യത്വം, അതുപോലെ ആഗോളവൽക്കരണം. ഈ സാമ്രാജ്യത്വം ആഗോളവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ അന്യമായ എന്തോ കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ നോക്കൂ, ഈ യുദ്ധം സംഘടിപ്പിച്ചിരിക്കുന്നത് ആരാ? ഇസ്രായേൽ ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ്, ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നത് ബ്രിട്ടനാണ്, ഇസ്രായേലിന് സർവ്വശക്തിയും കൊടുക്കുന്നത് ഫ്രാൻസാണ്, ഇസ്രായേലിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളത് ജർമ്മനിയാണ്. ഈ ലോകത്തിലെ സാമ്പത്തിക ശക്തികളെല്ലാം ഈ യുദ്ധത്തിന് ഇസ്രായേലിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അവരാണ് ഈ യുദ്ധത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നത്. ആ സാമ്രാജ്യത്വമാണ് പറയുന്നത് പാലസ്തീനിലെ കുട്ടികളടക്കമുള്ള ആളുകൾ ഭീകരവാദികളാണ് എന്ന്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും സാമ്രാജ്യത്വം ഭീകരവാദികളെന്ന് മുദ്ര കുത്തുന്നവരെ ഭീകരവാദികളെന്ന് വിളിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ഒരു നൂറ്റാണ്ട് കാലം നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാ ഞാനും നിങ്ങളും ഇന്ന് ഈ രാജ്യത്തിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യത്തോടു കൂടി കാലുറപ്പിച്ചു നിൽക്കുന്നത്. എങ്ങനെയാ? ഈ രാജ്യത്ത് നിരന്തരമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം 100 വർഷക്കാലം ഈ രാജ്യത്ത് അലയടിച്ചുയർന്നു. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടായിരുന്നു. ഏരിയ പ്രസിഡന്റ് CM ശരത് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് ജലീൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.